ഗസയിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റും കമാൽ അദ്വാൻ ആശുപത്രി ഡയറക്ടറുമായ ഡോക്ടർ ഇയാദ് റൻതീസി ഇസ്രായേൽ തടവറയിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ തടവറയിൽ പീഡനത്തിനിരയായാണ് അദ്ദേഹത്തിന്റെ മരണം. 2023 നവംബർ 11 ഡോക്ടർ ഇയാദിനെ ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനിടെ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുമ്പോഴാണ് റൻതീസിയെ ഇസ്രായേൽ അധിനിവേശ സേന പിടികൂടിയത്. 6 ദിവസത്തിനു ശേഷം 17 അദ്ദേഹം മരിച്ചു. എന്നാൽ 7 മാസം കഴിഞ്ഞ് ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മരണവിവരം പുറം ലോകമറിയുന്നത്. വടക്കൻ ഗസ മുനമ്പിലെ ബൈത്ത് ലാഹിയ സ്വദേശിയിലാണ് ഡോക്ടർ ഇയാദ്. ഇസ്രായേലുകാരെ ബന്ദികളാക്കിയതുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സേനയായ ഷിൻബെറ്റിന്റെ തടങ്കലിലായിരുന്നു ഡോക്ടർ ഇയാദ് റൻതീസി എന്നും റിപ്പോർട്ടിലുണ്ട്. ചോദ്യം ചെയ്യലിനിടെയാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മരണം സംബന്ധിച്ച് കുടുംബത്തിന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല. നവംബർ 11 അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. ഷിൻബെറ്റ് ചോദ്യം ചെയ്യൽ കേന്ദ്രമായ ഷിഫ്റ്റ ജയിലിൽ വെച്ചാണ് 6ാം നാൾ കൊല്ലപ്പെട്ടത്. ഇത്രയും മാസം പിന്നിട്ടിട്ടും ഹോസ്പിറ്റൽ അധികൃതർക്കോ റൻതീസിയുടെ കുടുംബത്തിനോ ഇതേക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ മാനേജർ ഡോക്ടർ ഹുസാം അബു സഫിയ ഹാരറ്റ്സിനോട് പറയുന്നു. ഒക്ടോബർ 7 ശേഷം നിരവധി ഫലസ്തീനി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഇസ്രായേൽ കസ്റ്റഡിയിലും ആക്രമണത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ അൽ ഷിഫ ഹോസ്പിറ്റൽ ഓർത്തോപീഡിക് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അദ്നാൻ അൽ ബർഷിനെയും ഇസ്രായേൽ ഓഫർ ജയിലിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നതിനിടെയായിരുന്നു ഡോക്ടർ അദ്നാൻ അൽ ബാഷിനെ സൈന്യം പിടിച്ചുകൊണ്ടുപോയത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ സൈന്യത്തിന്റെ തേമൻ തടങ്കൽ കേന്ദ്രത്തിൽ 36 പേരും അനറ്റോ തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ 2 പേരും കൊല്ലപ്പെട്ടതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായി ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കണക്കുകളിൽ ഇസ്രായേൽ ജയിൽ വകുപ്പിന് കീഴിലുള്ള ജയിലുകളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല.